ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ 31 വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ടുകണ്ട് ഓട്ടയടയ്ക്കുന്ന സർക്കാർ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഇന്നത്തെ മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കേൾപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടും വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാന പെരുമഴ യാഥാർത്ഥ്യബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ സർക്കാരിനുണ്ടാകുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കുമ്പോൾ അതിനുള്ള വരുമാന മാർഗം എവിടെ എന്ന ചോദ്യത്തിന് കൈമലർത്തുകയല്ലാതെ നിർവാഹമില്ല. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിഞ്ഞമരുകയാണെന്നും അതിനാലാണ് സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അസ്തിത്വം തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്നും ന്യായം പറഞ്ഞ അതേ സർക്കാരാണ് വിവാദങ്ങളിൽ നിന്ന് തലയൂരാനും വീഴ്ചകൾ മറച്ചുപിടിക്കാനുമായി വീണ്ടും വിഡ്ഢിവേഷം കെട്ടുന്നത്. സർക്കാരിനും സഖാക്കൾക്കും പാടി നടക്കാമെന്നല്ലാതെ ഇതിനെല്ലാം എത്രത്തോളം പ്രായോഗികതയുണ്ടാകുമെന്നത് സർക്കാരിൻ്റെ മുൻകാല പ്രഖ്യാപനങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഒരു ഭാഗത്ത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഞെക്കിപ്പിഴിയുന്ന സമീപനമാണ് ഒന്നും രണ്ടും പിണറായി സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അടിക്കടി ഉണ്ടായിട്ടുള്ള നികുതി വർധനയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളിലെ കടുംപെട്ടുമെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാനും ഇതേ തന്ത്രമായിരുന്നു പയറ്റിയിരുന്നത്. അന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച 50% പദ്ധതികളുടെ കടക്കലാണ് സർക്കാർ കത്തിവെച്ചത്. ഇക്കഴിഞ്ഞ വർഷത്തിലുണ്ടായ ഭൂനികുതി വർധന 50% ഇതേ സർക്കാരിൻ്റെ കാലത്ത് 2022 സമാനമായ രീതിയിലുള്ള വർധന ഉണ്ടായിരുന്നത്. കെട്ടിട നികുതിയിൽ 2 വർഷത്തിനിടയ്ക്ക് 10% വർധനയാണ് ഉണ്ടായത്. 5 വർഷത്തിലൊരിക്കൽ 25% വർധന എന്ന ശുപാർശ പോലും മറികടന്നായിരുന്നു വർഷാവർഷമുള്ള 5% വർധന. തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാന വർധനവിനായിരുന്നു ഈ തീവെട്ടിക്കൊള്ളയ്ക്കുള്ള ന്യായീകരണമെങ്കിൽ ബജറ്റ് വീതം വെട്ടിക്കുറച്ചും അതുതന്നെ സമയബന്ധിതമായി കൊടുത്തു തീർക്കാതെ ലാപ്സാക്കി കളയുന്നതുമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഔദാര്യം എന്നോണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളിൽ പലതും ഗുണഭോക്താക്കൾക്ക് വർഷങ്ങളായി കുടിശ്ശിയായി കിടക്കുന്നതാണെന്നതാണ് മറ്റൊരു വസ്തുത. സർക്കാർ ജീവനക്കാർക്ക് 4% DA പ്രഖ്യാപിച്ചുവെന്ന് പെരുമ്പറ മുഴക്കുമ്പോൾ 17% നിലവിൽ കുടിശ്ശികയായി കിടക്കുകയാണെന്ന യാഥാർത്ഥ്യം ഭരണകൂടം സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണ്. സമയബന്ധിതമായി ഈ 4% നൽകുന്ന പക്ഷം കുടിശ്ശിക 13% കുറയും എന്നത് മാത്രമാണ് സംഭവിക്കാതിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും തദൈവ. ഒറ്റയടിക്ക് 400 രൂപ വർദ്ധിപ്പിച്ചുവെന്ന് പറയുമ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു തവണ പോലും ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായിട്ടില്ല എന്നത് സർക്കാർ വിദഗ്ധമായി മൂടിവെക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ മുൻകാല സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്നത് പോലെ ഓരോ ബജറ്റിലും 100 രൂപ വർധന ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ ബജറ്റിൽ തന്നെ പെൻഷൻ നിലവിൽ പ്രഖ്യാപിച്ച തുകയിൽ എത്തുമായിരുന്നു. വിതരണത്തിൽ കുടിശ്ശിക പതിവാക്കിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി 6 മാസ കാലാവധി മാത്രമാണ് മുന്നിലുള്ളതിനാൽ ഈ തീരുമാനം കൊണ്ട് അധിക ബാധ്യതയൊന്നും വരാനില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ്. ആശമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 263 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരമിരിക്കുന്ന അവരെ പരിഹസിക്കുന്നതിന് തുല്യമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. 233 രൂപ പ്രതിദിനം ഓണറേറിയമുള്ള ആശമാരുടെ ആവശ്യം
അത് 700 രൂപയായി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പ്രഖ്യാപന പ്രകാരം അത് 266 രൂപ മാത്രമായാണ് ഉയർന്നത്. കേവലം 33 രൂപയുടെ വർധന. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കണമെന്നുള്ള സുപ്രധാന ആവശ്യങ്ങളൊന്നും ഈ പ്രഖ്യാപന പെരുമഴയിൽ ഇടം നേടാത്തതിനാൽ അവർ ഇപ്പോഴും സമരവഴിയിൽ തന്നെയാണുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി, പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക്, LSS, USS സ്കോളർഷിപ്പുകൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം തുടങ്ങി വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള ധനസഹായം വരെ കുടിശ്ശികയാക്കി മാറ്റിയിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ശ്രമം മാത്രമാണെന്ന ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് കൃത്യമായി തന്നെ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ ഇരുട്ടുകണ്ട് ഓട്ടയടക്കുന്ന സർക്കാർ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള മുഖപ്രസംഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഇനിയും ഇതുപോലുള്ള സുപ്രധാന വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, മഅസ്സലാമ.